നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് അയ്യൂബ്. ഞാൻ ഈ നിലമ്പൂർ സ്വദേശിയാണ്. ഇന്ന് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ 40 വർഷമായിട്ട് റെയിൽവേയിൽ കൊമേഴ്സ്യൽ മേഖലയിൽ ജോലി ചെയ്ത് അവസാനം കൊമേഴ്സ്യൽ സൂപ്രണ്ടായി ഈ നിലമ്പൂർ സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ സെക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷൊർണൂർ നിലമ്പൂർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആണ് എക്കണോമിക് ബ്രാഞ്ച് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഭാഗത്തേക്ക് ഇതര മേഖലയിൽ നടന്ന ഒരു വികസനവും സത്യം പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ 4 വർഷത്തിൻ്റെ മുന്നേക്ക് എത്തി നോക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം ആകെ മാറി. ഞാനിവിടെ ജോലിയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് ആ റോഡിനകത്ത് ആളുകൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കൗണ്ടറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഇവിടെ വലിയൊരു ചെളിക്കുഴിയായിരുന്നു. ഈ ചെളിക്കുഴിയിൽ കയറി ചാടി ട്രാക്ക് എടുത്ത് കിടന്ന് അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിക്ക് അകത്തുകൂടെ വന്നിട്ട് വേണ്ടിയിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് ഓടിക്കയറാൻ. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. 2 പ്ലാറ്റ്ഫോം, 2 ലെങ്തി പ്ലാറ്റ്ഫോമുകൾ ഫുള്ളി കവേർഡ്. അതുപോലെ അതിൻ്റെ പുറകെ തന്നെ AC വെയിറ്റിംഗ് ഹാള്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കയറാൻ പറ്റിയ നല്ല റാമ്പ് സൗകര്യങ്ങൾ, നല്ല പേ പാർക്കിംഗ് സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളെ ഈ സ്റ്റേഷനിലേക്ക് തന്നെന്ന് പറയുമ്പോൾ ഈ സ്റ്റേഷനിൽ പ്രത്യേകത ഞാൻ നിങ്ങളോട് വീണ്ടും എടുത്ത് പറയാൻ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ബ്രാഞ്ച് ലൈനാണ്. അപ്പോൾ ഇന്ത്യയുടെ മറ്റു മേഖലയിലുള്ള അൺഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനുകളിൽ വരേണ്ട അതേ വികസനങ്ങൾ നിലമ്പൂരിനും തന്നതിൽ നമ്മൾ ഈ ഗവൺമെന്റിനെയും നമ്മുടെ ഈ അധികാരികളോടും നമ്മുടെ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിയിരിക്കുന്നു. താങ്ക് യു. ഗൈസ്, നമ്മളെ നാട് ഭരണാധികാരികളൊക്കെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മാറുമല്ലോ. ആ മാറ്റൂരും കണ്ടു തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2:30 ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മളിതുവരെ കാണാത്ത ഇന്ത്യയുടെ പവിത്രമായ ദേശീയ പതാക ഇന്ന് നമ്മുടെ എല്ലാം അഭിമാനമായി തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തിരുമുറ്റത്ത് ഇതുപോലെ പാറിപ്പറക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അഭിമാനബോധത്തിൻ്റെയും ആത്മഹർഷത്തിൻ്റെയും പ്രതിധ്വനികൾ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യം മാറുമ്പോൾ, നമ്മുടെ സംസ്ഥാനം മാറുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്തെ ഭരണാധികാരികൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും നമ്മുടെ നാടിൻ്റെ കൂടെ മാറിക്കൊണ്ടിരിക്കുക, തിരൂർ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ. അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക, റെയിൽവേൻ്റെ കുറച്ച് വിഷ്വലും കൂടി നിങ്ങൾക്ക് പോയിട്ട് കണ്ടിട്ടോ. അടിപൊളിയായിക്കിട്ടോ മക്കളെ, ഒരു രക്ഷയില്ല.